ഉണ്ടായിരുന്നു നിങ്ങളുടെ റീയൂണിയൻ? നീ പോയത് മുതൽ ഞാൻ നിന്നെ കുറിച്ച് ആലോചിച്ചോണ്ടിരുന്നത്. നിങ്ങൾ രണ്ടുപേരും എങ്ങനെയായിരിക്കും കണ്ടുമുട്ടിയത്? ആരാദ്യം ഓടി വന്ന് കെട്ടിപ്പിടിച്ചു? നിന്നെ കണ്ടപ്പോ തന്നെ നിന്റെ ഹസ്ബൻഡിന്റെ ബോധം പോയി കാണുമല്ലേ? നീ ജീവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരിക്കും. എന്തെങ്കിലും പറഞ്ഞോ? അതോ നിന്നെ തൊട്ടു നോക്കിയോ? നോ വണ്ടർ, ചിലപ്പോ കരഞ്ഞു കാണുമായിരിക്കും അല്ലേ? നമ്മൾ സന്തോഷിക്കുമ്പോ ചെറുതായിട്ട് കരയുകയും ചെയ്യും. നിന്നെ ഇത്രയും നാൾ അദ്ദേഹം കാത്തിരുന്നില്ലേ? നീ കോമയിലായിരുന്നു, പക്ഷെ അദ്ദേഹം നീ ഇല്ലാതെ ഓരോ ദിവസം എങ്ങനെ ജീവിക്കേണ്ടി വന്നു എന്ന് അദ്ദേഹത്തിനല്ലേ അറിയുള്ളൂ. പക്ഷെ നീ എന്താ നിന്റെ ഹസ്ബൻഡിനെ കൊണ്ടുവരാത്തെ? പ്രിയ, എന്തുപറ്റി പ്രിയ? നീ എന്താ ഒന്നും സംസാരിക്കാത്തെ? എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ? നീ അദ്ദേഹത്തെ കണ്ടില്ലേ? പ്രിയ, എന്തെങ്കിലും പറയൂ. നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? അദ്ദേഹത്തിനെ നീ കണ്ടില്ലേ? പറ പ്രിയ. അദ്ദേഹം പോയി, ഒരുപാട് ദൂരെ പോയി. ഇനിയും അദ്ദേഹത്തെ കാണാൻ എനിക്ക് കാണാൻ പോലും പറ്റാത്ത ദൂരത്തേക്ക്. നീ എന്താ ഈ പറയുന്നേ? എങ്ങോട്ടാ പോയത്? എല്ലാം കഴിഞ്ഞു. ഞങ്ങളുടെ പ്രണയം, ഞങ്ങളുടെ ബന്ധം, എല്ലാ പ്രോമിസും ഞാൻ ഒരുപാട് താമസിച്ചു പോയി. എന്നെ കാത്തിരിക്കാൻ പറ്റാത്ത വിധം ഞാൻ താമസിച്ചു പോയി. അദ്ദേഹം വിചാരിച്ചു ഞാൻ മരിച്ചു എന്ന്. എന്റെ കൂടെ ഞങ്ങളുടെ എല്ലാ ബന്ധങ്ങളെ അദ്ദേഹം ദഹിപ്പിച്ചു കളഞ്ഞു. പ്രിയ, നിനക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നോ അദ്ദേഹം നിന്നെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും? നിന്നെ കാണുമ്പോ തന്നെ. അദ്ദേഹം എന്നെ കണ്ടില്ല, പക്ഷെ ഞാൻ കണ്ടു. അതിനുശേഷം എനിക്ക് അവിടെ നിൽക്കാനുള്ള ധൈര്യം ഇല്ലായിരുന്നു, ഒട്ടും ഇല്ലായിരുന്നു. അദ്ദേഹം വളരെ സന്തോഷത്തില്. അദ്ദേഹം എല്ലാം മറന്ന് ജീവിക്കാൻ തുടങ്ങിയത് കൊണ്ട് അദ്ദേഹത്തെ അത്രയും സന്തോഷത്തോടെ കാണാൻ എനിക്ക് സാധിച്ചത്. എന്നെ അണിയിക്കേണ്ട കുങ്കുമം അദ്ദേഹം മറ്റൊരു സ്ത്രീ അണിയിക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം വേറെ ആരെയോ കല്യാണം കഴിച്ചിരിക്കുന്നു, വേറൊരാളുടെ കൂടെ. നീ എൻ്റെ ലൈഫിലോട്ട് വന്നപ്പോൾ എൻ്റെ ലൈഫ് ലൈൻ തന്നെ മാറിപ്പോയി. നീ എനിക്ക് പുതിയ ജീവിതം തന്നു. ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട് നീ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന്. അദ്ദേഹം എല്ലാം മറന്നു, എല്ലാം. ഞങ്ങളുടെ സ്നേഹം, എനിക്ക് അദ്ദേഹം നൽകിയ വാക്കുകളെല്ലാം എല്ലാം മറന്നില്ലേ അദ്ദേഹം? എന്നിട്ട് ഇപ്പൊ മറ്റാരെയോ കല്യാണം കഴിച്ചു. ഒരു തവണ പോലും ചിന്തിച്ചില്ലല്ലോ ഞാൻ തിരിച്ചു വന്നാൽ എന്ത് ചെയ്യുമെന്ന്. മറ്റൊരാളെ ജീവിതത്തിലേക്ക് തെരഞ്ഞെടുത്തപ്പോ ഞാൻ ആരുടെ കൂടെ കഴിയുന്ന എന്താ ചിന്തിക്കാത്ത? എനിക്ക് മറ്റാരും ഇല്ലെന്ന് അറിയില്ല അദ്ദേഹത്തിന്. അച്ഛമ്മ, ഇവിടെ എല്ലാം ശരിയായിട്ടുണ്ട് കേട്ടോ. ഇനി വധുവിനെ വരനെ വിളിക്കാം. പ്രണവേ, ദിശ എവിടെ? ദിശ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവളിത് എങ്ങോട്ട് പോയി? അല്ല പ്രിയ, ദിശയുടെ ഡ്രസ്സില് പായസം വീണില്ലായിരുന്നോ? നീയല്ലേ അത് വൃത്തിയാക്കാൻ വേണ്ടിട്ട് അവളെ പറഞ്ഞു വിട്ടത്? അവൾ അതിനല്ലേ പോയിരിക്കുന്നേ? ഏട്ടത്തി, അവള് പോയിട്ട് കുറെ നേരമായി. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഇതൊരു നല്ല ചാൻസ് ആണ് ആര്യ. ഈ പൈപ്പിന് പൊട്ടിച്ച് എങ്ങനെയെങ്കിലും അകത്തിട്ട അവൾ അവിടെ കിടന്ന് ചത്തോളും. പിന്നെ പ്രണവ് എന്റെ മാത്രമായിരിക്കും.
തനു, നീ ദിശയെ കണ്ടോ? എന്നോടാണോ ചോദിക്കുന്നത്? നീ ഈ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ടാ ചോദിച്ചത്. ചോദിച്ചു എന്ന് കരുതി എൻ്റെ തലയിൽ കയറാൻ നിൽക്കണ്ട. അറിയാമെങ്കിൽ പറഞ്ഞോ, ഇല്ലെങ്കിൽ നീ പൊയ്ക്കോളൂ. യു നോ വാട്ട്, എനിക്ക് അറിയായിരുന്നുവെങ്കിലും ഇത്രയും കേട്ടതുകൊണ്ട് ഞാൻ പറയില്ലായിരുന്നു. നീ വേണമെങ്കിൽ പോയി കണ്ടുപിടിക്കും. ഇവളോട് ദിശയെക്കുറിച്ച് ചോദിച്ചാൽ എന്നെ വേണം പറയാൻ. പ്രണവ് ദിശയെ നോക്കുക. പക്ഷെ ദിശയെ ഞാൻ ലാസ്റ്റ് കണ്ടത് ആലയുമായിട്ടാ. അതിനുശേഷം അവളെ കാണാതായത്. ആലയ ഇനി അവളെ എന്തെങ്കിലും ചെയ്തോ? മതി പ്രിയ, കരച്ചിൽ നിർത്ത്. ഇങ്ങനെ കരഞ്ഞെന്ന് പറഞ്ഞ് എല്ലാം പഴയതുപോലെ ഒരിക്കലും ആവില്ലല്ലോ പ്രിയ. പിന്നെ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ തന്നെ പറയും. സ്വന്തമായതെല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യന് വേറെ എന്ത് ചെയ്യാനാ പറ്റുന്ന? ഞാൻ തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോ ഞാൻ എത്ര നെർവസ് ആയിരുന്നു എന്ന് അറിയില്ലേ? എന്റെ ഹൃദയം തുടിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അത് സന്തോഷം കൊണ്ടായിരുന്നു. എന്നാലും ഇപ്പൊ എനിക്ക് പേടിയാവാ. ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ ജീവിക്കും? ഞാൻ നിങ്ങളോട് അവസാനമായ ഒരു കാര്യം ചോദിക്കാം, പ്ലീസ്. പറ്റില്ല എന്ന് മാത്രം പറയരുത്. പറഞ്ഞോളൂ പ്രിയ. എന്നെ ഇവിടുന്ന് കൊണ്ടുപോവോ? എത്രയും പെട്ടെന്ന് എന്നെ ഇവിടുന്ന് കൊണ്ടുപോവോ? എനിക്കിനി ഇവിടെ നിൽക്കണ്ട. എനിക്ക് ആരും കാണണ്ട. എനിക്ക് പോയാൽ മതി. എനിക്ക് വേണ്ട ഇവിടെ. എനിക്ക് വയ്യ. എനിക്ക് പോണം. പോയേ പറ്റും. എനിക്കിവിടുത്തെ ഒരു കാഴ്ചയും ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് എന്ത് കണ്ടാലും ഇപ്പൊ ദേഷ്യം വരുന്നത്. എനിക്കിവിടെ നിൽക്കണ്ട ഒരു നിമിഷം പോലും. എന്നൊന്ന് കൊണ്ടുപോകോ ഡോക്ടർ. ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ശല്യമാവില്ല. എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോളാം. എന്നോട് പറഞ്ഞാൽ മതി. എന്ത് ചെയ്യാൻ തയ്യാറാ? നിങ്ങളുടെ ക്ലിനിക്കിൽ ജോലി ചെയ്യാം, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ പോയിക്കോളാം. പക്ഷെ എനിക്കിവിടെ ആരുമില്ല. എന്നെ ആർക്കും ഇവിടെ അറിയില്ല. ഡോണ്ട് വരി പ്രിയ, ഞാൻ നിന്നെ കൂടെ കൊണ്ടുപോവാം. നീ എന്നെ ചേച്ചി എന്നാണ് വിളിച്ചത്. അതുകൊണ്ട് നിന്റെ ഈ ചേച്ചി നിന്നെ ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല. നീ എന്റെ കൂടെ വരും, എന്റെ വീട്ടിലേക്ക്. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ തന്നെ ഇരിക്ക്. നമുക്ക് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ടിക്കറ്റ്സ് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇന്ന് തന്നെ തിരികെ പോവാം പ്രിയ. അല്ല, നീ ഇതെന്താ ചെയ്യുന്നേ? ദിശയെ അകത്തിട്ട് കൊല്ലാൻ പോകുന്നു. ഈ ചാൻസ് മിസ്സാക്കാൻ പറ്റില്ല. മാറി നിൽക്ക. ആര്യ, വീട്ടിലിപ്പോ എല്ലാവരും ഉണ്ട്. നമ്മൾ എന്ത് കഷ്ടപ്പെട്ടാ ഈ വീട്ടിൽ വന്നത്? എന്നിട്ട് പിന്നെ ഈ വീട്ടിൽ വന്നതുകൊണ്ട് ഞാൻ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരണം. അവർ ചെയ്യുന്നത് നോക്കി നിൽക്കണം. ഇവിടെ ഇന്ന് എല്ലാവരും ഉണ്ട്. നമ്മൾ എങ്ങാനും പിടിക്കപ്പെട്ട അതോടെ തീരുമല്ലോ. ലുക്ക് തനു, നീ ഈ ബഹളം വെക്കുന്നത് കാരണം ഐ ആം ഷുവർ നീ കാരണം നമ്മൾ ഉറപ്പായും പിടിക്കപ്പെടും. സോ യു ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ് ഫ്രം ഞാൻ ഒരിടത്ത് പോകുന്നില്ല. പ്രണവ് ദിശ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അവൻ നിന്നെ ഇങ്ങനെ കണ്ട പിന്നെ നമ്മുടെ എല്ലാ പ്ലാനും പൊളിയും. നീ വാ എന്റെ കൂടെ. തനു വാ. ആലിയ, അഭി പറഞ്ഞ നിനക്ക് ഓർമ്മയില്ലേ? നീ എന്തും ചെയ്യുന്ന അഭിക്ക് അറിയാം. നീ ഇനി എന്തെങ്കിലും ചെയ്താണ്ടല്ലോ അഭി നീ പറയുന്നത് കേൾക്കാൻ പോലും നിൽക്കില്ല. ശിക്ഷ ആയിരിക്കും തരുന്നേ. ശിക്ഷ എന്തായിരിക്കും നിനക്കറിയാലോ. അവൻ നിന്നെ കൊല്ലും. നിന്റെ കൂടെ അവൻ എന്നെ. ഐ ഡോണ്ട് കെയർ. എനിക്ക് അതൊരു വിഷയമല്ല. എല്ലാരും അറിയട്ടെ ഞാൻ അത് ചെയ്തതെന്ന്. ഞാൻ എന്റെ പ്രണവിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ ഇവിടെ കത്തുന്നത് പോലെ എല്ലാരും കത്തട്ടെ. എല്ലാരും കത്തട്ടെ. ആദ്യം ഞാൻ കത്തിക്കുന്നത് ആ ദിശയെ ആയിരിക്കും. ഹൗ ഡെയർ ഷീ. നീ കണ്ടോ കണ്ടോ എങ്ങനെയാ ഈ വീട്ടിലുള്ളവർ സന്തോഷിക്കുന്നതെന്ന്? ദിശ ഈ വീട്ടിൽ വന്നു, എന്റെ പ്രണവിന്റെ ലൈഫിലേക്ക് വന്നു. ഇന്ന് ദിശ എന്റെ മുന്നിലേക്ക് തനിയെ വന്നിരിക്കുകയാണ്. വിടുവോ ഞാൻ? ആലിയ നിക്ക്. നീ ദിശയെ കൊല്ലേണ്ട സമയത്ത് കൊന്നു. പക്ഷെ ശത്രുക്കൾ മുഴുവൻ നമ്മുടെ ചുറ്റിലുള്ളപ്പോ അല്ല അത് ചെയ്യേണ്ടത്. പ്ലാൻ ചെയ്ത് അവളെ കൊല്ല്. നീ ഇപ്പൊ ചെയ്യുന്നത് suicide ആണ്. ഐ ഡോണ്ട് കെയർ. ഞാൻ പറഞ്ഞില്ലേ അവളെ ഞാൻ ജീവനോടെ വെക്കില്ല എന്ന്. ആരും അവളെ രക്ഷിക്കില്ല. ആലിയ, നീ ഇപ്പൊ അങ്ങോട്ട് പോവില്ല. ഞാൻ പോകും തനു. നീ എന്നെ വെറുതെ തടയാൻ നോക്കരുത്. ആലിയ, ഞാൻ നിന്നെ തടയും. തനു, don't do this. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാനിത് എന്തായാലും അനുവദിക്കാൻ പോകുന്നില്ല. തനു, just stop it. ആലിയ, Let me go. നിക്ക്. Now listen to me. നമ്മൾ ഈ വീട്ടിൽ വന്നത് ഒരു പ്ലാനുമായിട്ടാ. നീ ഇപ്പൊ എന്ത് ചെയ്താലും ആ പ്ലാൻ ഫ്ലോപ്പ് ആവും. പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നീ എക്സ്പോസ് ആവുകയോ ആർക്കെല്ലാം നിന്നെ സംശയം തോന്നുകയോ ചെയ്താ നീ ഞാനും നമ്മുടെ പ്ലാനും എല്ലാം തീരും. ഇങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ നീ എന്തിനാ ഈ വീട്ടിൽ വരാൻ ഇത്രയും കഷ്ടപ്പെട്ടത്? എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? പ്രണവിനെ കിട്ടാനല്ലേ? അവൻ ഇപ്പോൾ വേറൊരാളുടെ ഭർത്താവാണ്. ആലിയ, നിന്റെ കൂടെ ഞാനാ ഈ വീട്ടിൽ നിന്ന്. നീ സെൽഫിഷ് ആണ്. ഒന്നാം നമ്പർ സെൽഫിഷ് ആണ് നീ. കാരണം നീ നിന്റെ കാര്യം മാത്രമാണ് ആലോചിക്കുന്നത്. ഇല്ല ആലിയ, നീയാണ് നിന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നത്. അതും തെറ്റായ രീതി. ദിശയെ കൊന്നാൽ നിനക്ക് പ്രണവിനെ കിട്ടില്ല. ഈ വീട്ടിൽ നിന്ന് പോയാൽ നിനക്ക് പ്രണവിനെ കിട്ടില്ല. ആലിയ, ഞാൻ പറയുന്നൊന്നും നീ മനസ്സിലാക്ക. ആലിയ, നമ്മൾ എന്ത് പ്ലാനുമായിട്ടാണോ ഈ വീട്ടിൽ വന്നത് ആ പ്ലാനിൽ സ്റ്റിക്കായി നിൽക്കൂ.
നമ്മുടെ കയ്യിൽ നിന്നൊരു ചെറിയ തെറ്റ് പറ്റിയ നമ്മളെ ഈ വീട്ടിൽ നിന്ന് അവർ പുറത്താക്കും. നമ്മൾ ഇതുവരെ ഉണ്ടാക്കി വെച്ച നമ്മുടെ ആ ഫേക്ക് ഇമേജ് ഉണ്ടല്ലോ, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പോഴേ നിനക്ക് പ്രണവിനെ കിട്ടത്തുള്ളൂ. അല്ല തനു, I'm tired. ആ പ്രണവിന്റെ പിറകെ ഓടി ഓടി ഞാൻ തളർന്നു തനു. ഇപ്പൊ അവൻ ചെയ്തത് നോക്ക് തനു. ഒരു അറിഞ്ഞൂടാത്തൊരു പെണ്ണിനെ കൊണ്ടുവന്ന് കല്യാണം കഴിഞ്ഞതുപോലെ ജീവിക്കുകയാണ് ഇവിടെ. നീ വീട്ടുകാര് പറയുന്നത് കേട്ടില്ലേ? ഇന്നലെ അവരുടെ കല്യാണം നമ്മൾ അറേഞ്ച് ചെയ്തു, അതുകൊണ്ട് ഇന്ന് അവരുടെ ഫസ്റ്റ് നൈറ്റ് അറേഞ്ച് ചെയ്യാന്ന് അവര് പറയുന്നത്. എന്നിട്ട് നീ എന്നോട് പറയുന്നത് ഞാൻ മനസ്സിലാക്കണമെന്നല്ലേ? നീ പറ, ഞാൻ എങ്ങനെയാ എന്റെ പ്രണവിനെ വേറൊരു പെണ്ണിന്റെ കൂടെ കാണുന്നേ? എന്നെ ഒരു തവണ പോലും നോക്കാത്ത പ്രണവ് ഇന്ന് അറിഞ്ഞൂടാത്തൊരു പെണ്ണിന്റെ കൂടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ സ്വപ്നം കാണുന്നു. How do you want me to digest this? I'm sorry. എനിക്കിത് സഹിക്കാൻ പറ്റില്ല. സിമ്പിൾ ആയിട്ട് അങ്ങ് പറയാൻ, ഞാൻ പ്രണവിനെ ഇഷ്ടപ്പെടുന്നു, അവൻ ഇന്ന് വേറെ ഒരു പെണ്ണിന്റെ കൂടെയാണ്. എനിക്കിത് സഹിക്കാൻ പറ്റില്ല. അവരുടെ ഫസ്റ്റ് നൈറ്റ് ഇന്ന് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ മരിക്കാനും തയ്യാറാണ്, കൊല്ലാനും തയ്യാറാണ്. പക്ഷേ ഈ ആദ്യ രാത്രി ആലിയ നടത്തില്ല. I'm not going to let this happen. I can't. I just can't. താങ്ക് യു സോ മച്ച്. നീ എൻ്റെ കുടുംബത്തിൽ ഇത്ര സ്നേഹവും ആദരവും കൊടുത്തു. എല്ലാ പ്രാവശ്യവും നീ അവരെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഇതുപോലെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം നീ എന്നും. ഇതെന്താ എനിക്ക് സംഭവിച്ചത്? കുറച്ചു നാള് പിരിഞ്ഞു നിന്നപ്പോ ജീവിതമേ അകന്നു പോയല്ലോ. അദ്ദേഹത്തെ തടഞ്ഞൂടായിരുന്നു എനിക്ക്? കുറച്ചു നാൾ എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ പറയായിരുന്നില്ലേ? അദ്ദേഹത്തിന് എന്തെങ്കിലും സൂചന കൊടുക്കാമായിരുന്നില്ലേ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്? എന്തെങ്കിലും ഒരു സൂചന. ഭഗവാനെ, ഇങ്ങനൊരു കാഴ്ച കാണിക്കാനായിരുന്നെങ്കിൽ എന്നെ എന്തിനാ രക്ഷിച്ചത്? ഒന്നും അളഞ്ഞൂടായിരുന്നു. ഒരു ലക്ഷ്യവും ഇല്ലാത്ത ഈ ജീവിതം വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തോടൊപ്പം ജീവിക്കാനായിരുന്നു പ്രാർത്ഥിച്ചത്. എന്നിട്ട് നീ എന്നെ ശപിക്കുകയാണല്ലോ ചെയ്തത്. അദ്ദേഹത്തിന് എന്നോട് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നി? ഇനി ഓർമ്മകൾ മാത്രം ബാക്കി. എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തേ? ഈശ്വരാ, എന്തിനാ? ഈ ഡോർ എങ്ങനെയാ ലോക്കായത്? ആരെങ്കിലും ഈ കഥ ഒന്ന് തുറക്കൂ പ്ലീസ്. ദിശ ഏത് ബാത്റൂമിലാ പോയത്? ഈ റൂമിലും ഇല്ലല്ലോ. ചിലപ്പോ മുകളിൽ പോയി കാണും. പ്രണവാണോ? പ്ലീസ് ഈ കഥ ഒന്ന് തുറക്കോ. ദിശ, ദേ ഇങ്ങോട്ട് ഇരിക്ക്. പ്രണവ്, ഇവിടെ ഇരിക്ക്, ഇവിടെ ഇരിക്ക്. എന്താ പറ്റി? ദിശ, അറിയോ? ഓക്കെ, എന്താ പറ്റിയേ? നിനക്ക് കഥ തുറക്കാൻ പറ്റിയില്ലായിരുന്നോ? എനിക്കറിയില്ല പ്രണവ്, പുറത്തു നിന്ന് ലോക്കായെന്ന് എനിക്കറിയില്ല. ഞാൻ കഥക് തുറക്കാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ പറ്റുന്നില്ലായിരുന്നു. നീ പേടിക്കാതിരിക്കേ. നീ ബാത്റൂമിലല്ലേ ലോക്കായത്, ഗുഹയിലൊന്നും അല്ലല്ലോ. ഇല്ല പ്രണവ്, പ്രണവിനെ അറിയാത്തത് കൊണ്ടാണ്. എനിക്ക് അടഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് കിടക്കാൻ പേടിയാണ്. പുറത്തു നിന്ന് ഡോർ ലോക്കായി പോയാ എനിക്ക് ശ്വാസം എടുക്കാൻ പോലും പറ്റില്ല. എനിക്ക് വല്ലാതെ പേടി ഓക്കേ, വരും. ഓക്കേ, ഓക്കേ, റിലാക്സ്. നീ ഒരു കാര്യം ചെയ്യ്. നീ വെള്ളം കുടിക്കേ. നീ വിയർക്കുകയാണല്ലോ. ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. ആൻഡ് ഐ പ്രോമിസ്, ഇനി ഒരിക്കലും ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടില്ല. അതിൽ നിൻ വിരലിൻ ലാളനകൾ
ഹൃദയം മുരളീനാദമായി ചാരിയോടിയെത്തും നിന്നിഴൽ പോലെ എന്നും ചേർന്നിരുന്നു മെല്ലെ ഈണങ്ങൾ കാതിൽ മൂളാം അറിയാതെ വന്നാരോ അനുരാഗം മനസ്സിനുള്ളിൽ മാരിവില്ലു പൂത്ത നേരം മധുമാസത്തിൻ കോകിലങ്ങൾ പാട്ടുമൂടും ഇനിയൊഴുകാൻ പുഴയായി ഹൃദയത്തിൻ തൂവൽ തുമ്പിൽ സോറി. നീ എൻ്റെ ലൈഫിൽ വന്നത് മുതൽ എൻ്റെ ലൈഫ് തന്നെ മാറിപ്പോയി. ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട് നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്ന്. എന്റെ കുടുംബം ഇപ്പൊ എന്റേതല്ലാതായി മാറി. ഈ സ്ഥലവും ഇപ്പൊ എന്റേതല്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നതാ നല്ലത്. ഞാൻ ഇവിടെ നിന്ന് പോകും. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ വീടിനെയും കുടുംബത്തെയും ഒക്കെ വിട്ട്. എന്റെ കുടുംബം എനിക്കൊരു കുടുംബം ഉണ്ടല്ലോ. എനിക്ക് ജന്മം തന്ന എൻ്റെ അമ്മ. ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടായിരിക്കും. അമ്മ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ അമ്മയെ കാണാതെ എങ്ങനെ പോകും? എൻ്റെ കൂടെ എന്നും ഉണ്ടായിരുന്നത് എൻ്റെ അമ്മ മാത്രമാണ്. എനിക്ക് എൻ്റെ അമ്മയെ കാണണം. എനിക്ക് അമ്മയ്ക്കൊരു സന്തോഷവും നൽകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയുമ്പോൾ എൻ്റെ അമ്മ സന്തോഷിക്കും. പോകുന്നതിന് മുന്നേ ഞാൻ അമ്മയെ കാണും. ഞാൻ വന്നിട്ട് എന്താ തിരിച്ചു പോകുന്നതെന്ന് എൻ്റെ അമ്മയോട് ഞാൻ പറയും. അമ്മ എന്നെ ഉറപ്പായും മനസ്സിലാക്കും. ഞാൻ എടുത്ത തീരുമാനം, എൻ്റെ ഈ തീരുമാനത്തിന്റെ കൂടെ തന്നെ എൻ്റെ അമ്മ നിൽക്കും. അമ്മയ്ക്ക് സുഖാണോന്നറിയില്ല. അദ്ദേഹം രണ്ടാമത് വിവാഹം കഴിച്ച കാര്യം ഞാൻ എങ്ങനെ അമ്മയോട്